എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എഗ് പെപ്പർ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള എഗ് റോസ്റ്റ് ആണ്. അപ്പം മഴ എല്ലായിടും തകർത്ത് പെയ്യുക അല്ലേ, ഇവിടെയും തകർക്കുവാണ്. അപ്പം ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, അവരുടെ കാര്യം കഷ്ടം തന്നെ അല്ലേ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാതെ. നമ്മുടെ മഴ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ദുരിതം ആകുമ്പം നമുക്കത് ഒട്ടും താങ്ങാനൊക്കത്തില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പുഴുങ്ങിയ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ടയിൽ ഒരു മുട്ട കുറച്ച് പൊട്ടി വെളിയിൽ ചാടിപ്പോയി. എപ്പോൾ പുഴുങ്ങാനെടുത്താലും ഒരെണ്ണം വെളിയിൽ ചാടിപ്പോവും ഇതേപോലെ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. മൊരിഞ്ഞ് കരിഞ്ഞു പോകരുത്. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ആ കുരുമുളകും അതേപോലെ ഉപ്പും നന്നായിട്ട് പിടിച്ചോളും, ഉള്ളിലേക്ക് പിടിച്ചോളും. അതേപോലെ മുട്ട ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വരഞ്ഞിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം അതിനകത്ത് ഉള്ളിലിട്ട് ചെയ്യുന്നോളും. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത്രയും ചെയ്താൽ മതി കേട്ടോ, അത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതായി മുട്ടയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി 4 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് ഏത് റോസ്റ്റിനും നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. അത് ഇടയ്ക്ക് കടിക്കാനും നല്ല രസമാണ്. അപ്പം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 4 സവാള, ഇടത്തരം ടൈപ്പിലുള്ള 4 സവാളയാണ് അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് 4 മുട്ടയ്ക്കാണ് 4 സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഇത് ചാറായിട്ടല്ല എടുത്തേക്കുന്നത്, ഒരു കുറുകിയ പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ചാറ് വേണമെങ്കിൽ ചാറായിട്ട് എടുക്കാം. അപ്പം 4 സവാള ഇടുന്ന ആവശ്യമില്ല. 4 മുട്ടയ്ക്ക് ഇപ്പം 3 സവാള എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണയിലല്ലേ വഴറ്റിയെടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെളുത്തുള്ളി എടുത്തേക്കുന്നത് 4-5 അല്ലിയും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും കൂടെ ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടുന്ന വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് നമുക്കിത് അടച്ച് മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പിന്നെ മുളക് പൊടിയോ അതേപോലെ മല്ലിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും 3 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ കുരുമുളക് പൊടി അളവ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം എരിവ് അവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എരിവ് അല്പം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു വലിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അലിഞ്ഞ് ചേർത്തക്ക രീതിയിൽ, അതായത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേർത്തക്ക രീതിയിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഈ സമയം ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചാറായിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അപ്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തകർത്ത് മഴ വെളിയിൽ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാക്കി കേൾക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആ തേങ്ങാപ്പാലൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് നമുക്കിത് മസാലയും കൂടെ പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ കുരുമുളക് പൊടിയുടെയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും ആ എരിവാണ് ഉള്ളത്. അപ്പോൾ ആ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 2 പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, താങ്ക്